വചനം പ്രതികൂലങ്ങളെ ചാടിക്കടക്കാൻ സഹായിക്കുന്നതാണ്. ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഹല്ലേലൂയ. ദാവീദിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം പിന്നോട്ട് പോകാനല്ല, നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം മുന്നോട്ട് പോകാനാ, മുന്നോട്ട് പോകാനാ. ദൈവ പൈതലേ, നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം പിന്നോട്ട് പോകാനല്ല, പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട്, വെല്ലുവിളികളെ കണ്ടുകൊണ്ട് നീ പിന്നോട്ട് പോകാനല്ല, മുന്നോട്ട് പോകാനാ നിന്നെ അഭിഷേകം ചെയ്തത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും തൊടും. പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം വേണം. ദാനിയേൽ പ്രമാണത്തിൽ നിന്നവന് രാജാവിൻ്റെ ഭോജനം കൊണ്ടോ രാജകീയ വിരുന്നുകൊണ്ടോ ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ലെന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചുറച്ചു. ഹല്ലേലൂയ. യോസേഫിനോട് ചോദിച്ചാൽ പറയും, അവസരം കിട്ടിയിട്ടും എൻ്റെ ദൈവത്തോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ വിട്ടോടും. ഹല്ലേലൂയ. ഒരുപക്ഷെ എൻ്റെ ഡ്രസ്സ്, ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടാലും വിശുദ്ധിയുടെ വസ്ത്രം ദൈവം എന്നെ ധരിപ്പിച്ചതിന് കേടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല. പ്രമാണമുള്ളത്തിലുള്ളവൻ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവനാ. ഈ ലോകത്തിന്റെ ഒരു പ്രലോഭനങ്ങളാലും വശീകരിക്കപ്പെടുവാൻ ഒരു ദൈവ പൈതൽ പ്രമാണമുള്ളത്തിലുള്ളവൻ വിട്ടുകൊടുക്കത്തില്ല. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവന്റെ പ്രത്യാശ പണിയപ്പെടും, ഭംഗം വരാൻ സമ്മതിക്കത്തില്ല. 276 പേര് തകരുന്ന ഒരു കപ്പലിനകത്ത് 275 പേരുടെയും ആശയൊക്കെയും അറ്റുപോയ സ്ഥാനത്തും പൗലോസിന്റെ ആശയ്ക്ക് കേടുവരത്തില്ല. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എൻ്റെ ദൈവം എൻ്റെ തകർച്ചയിൽ എന്നെ കൈവിടുന്നവനല്ല. അവൻ ഇന്നലെ രാത്രി എൻ്റെ അടുക്കൽ നിന്നിട്ട് പറഞ്ഞ് ഒരു കാര്യമുണ്ട്, നാളെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെട്ടാണോ ഇരിക്കുന്നത്? എനിക്ക് ഭാരമില്ല. ഇത് തകർന്നാലും ഒരു പ്രാണന് പോലും കേട് വരത്തില്ല. ഈ ദൈവത്തിലുള്ള പ്രത്യാശ. ഹല്ലേലൂയ.